സ്നേഹന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് കൂടുതലായിട്ട് കറങ്ങുന്ന ഒരു വിഷയമുണ്ട്. ഞാനാണ് ആ പരാതി കൊടുത്തത്. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മനുഷ്യാവകാശ ജുഡീഷ്യൽ ചെയർപേഴ്സൺ അവർക്ക് ഞാനാണ് ആ പരാതി കൊടുത്തത്. ആ പരാതിയുടെ ഉള്ളടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസർ ബാധിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ അവരുടെ പിക്ക് ലൈൻ എടുത്തിട്ട് ഒരു ഡാൻസ് കളിക്കുന്ന രീതിയിൽ എൻ്റെ കീമോ മോനെ എനിക്ക് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ആകെ ആളിപ്പോയി. ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം ഏത് തരത്തിലുള്ള ഈ വൃക്കരോഗികളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ക്യാൻസർ രോഗികളായിക്കോട്ടെ, അവർ ഞരമ്പ് കിട്ടാത്തപ്പോൾ നേരിട്ട് ഇവിടെ നിന്ന് കൊടുക്കും. ഈ ഞരമ്പിൽ കുത്താതെ ഈ കൈയിൻ്റെ ഞരമ്പിനെ ശരിക്കും കുത്തേണ്ടത്, പക്ഷെ അതിന് പകരം നേരിട്ട് ഇവിടെ കുത്താൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല. ഈ നെർവസ് കിട്ടുന്നില്ലെങ്കിൽ നേരെ ഇവിടത്തേക്കാണ് കൊടുക്കാൻ, വേന് കിട്ടുന്നില്ലെങ്കിൽ നേരെ ഇവിടത്തേക്കാണ് ആ വേന് കൊടുക്കാൻ. അപ്പോൾ അത് ഈ അനക്കി കണ്ടത് കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് നേരിട്ടിട്ടൊന്ന് എൻ്റെ സംശയമാണത്. അത് ഞാനൊരു പൗരൻ നിലയിൽ എനിക്ക് എൻ്റെ സംശയം ഉന്നയിക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ കണ്ടമാനം കുറേ വീഡിയോസ്. ശരിക്കും കേരളത്തിൽ ഈ രണ്ടാളെ കാര്യം മാത്രം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് യൂട്യൂബേഴ്സിന് സമയമുള്ളൂ. വേറെ സമയം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ മയക്കുമരുന്ന്, മദ്യം, ഹൈബ്രിഡ് കഞ്ചാവ്, മറ്റുള്ള രാസലഹരികൾ, എന്തെല്ലാം രാസലഹരികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ മേഖല ഇതാണ്. ഞാൻ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും ഇതിലുമാണ് കൂടുതലായിട്ട് ഞാനിത് നോക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ നിലപാടുണ്ട്. കാരണം ഞാൻ കണ്ട കാര്യങ്ങളായതല്ലോ. ഒന്ന് ആർസിസിലായിക്കോട്ടെ, ശ്രീചിത്രയിലായിക്കോട്ടെ, അമൃതയിലായിക്കോട്ടെ, വെല്ലൂറായിക്കോട്ടെ, കേരളത്തിൽ ഏതെല്ലാം ഇങ്ങനെയുള്ള ക്യാൻസർ സെൻ്ററുകളുണ്ട്, അവിടെയെല്ലാം ഇങ്ങനെയുള്ള ഈ തരത്തിൽ ഈ പിക്ക് ലൈനിൽ കൊണ്ട് ഡാൻസ് കളിക്കുന്ന ആരുമില്ല. ഒരു യൂട്യൂബർ നല്ലൊരു മനുഷ്യനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഏകദേശം 100 9 ആളെങ്കിലും നടന്നു പോകുന്ന 109 ആൾ ക്യാൻസറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാൻസറിന് അടിമയാണ്. അവർ അതിലേക്ക് വീണുപോയവരാണ്. അപ്പോൾ അവരെപ്പോലും അവരുടെ അവകാശത്തെപ്പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആ രോഗിയാണെന്ന് ഞാൻ നോക്കുന്നില്ല. മനുഷ്യനാണ് എൻ്റെ ചിന്താഗതി. മനുഷ്യനെ പറ്റിയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഞാൻ തീർച്ചയായിട്ടും പറയും. ഇപ്പോൾ യൂട്യൂബേഴ്സ് മൊത്തം അവരുടെ ബാക്കിലാണ്. എന്തിനാണ് നിങ്ങൾ അതിൻ്റെ ആവശ്യം? അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. കേരളത്തിൽ ഇവിടെ പൊതുസമൂഹം വിഷമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പൊതുസമൂഹത്തിന് കുറേ ആവശ്യമായ കാര്യങ്ങൾക്ക് ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സുള്ള നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവും. ഈ 3 ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ യൂട്യൂബേഴ്സായ നിങ്ങൾക്ക് കുറച്ച് വിഷമമില്ലേ? നിങ്ങൾ നിരീക്ഷണത്തിലാണ് നിങ്ങളും. കാരണം ഇങ്ങനെയുള്ള കുറേ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും അശ്ലീലമാക്കപ്പെട്ട, ആഭാസമാക്കപ്പെട്ട വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നാളെ അതിനെപ്പറ്റി ഞാൻ കുറേ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും പരാതി കൊടുക്കും, തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളല്ലേ ഈ പറയുന്നതിൽ നമ്മൾ കേട്ടിട്ട് നമ്മൾ അനങ്ങാണ്ടിരിക്കണോ? പിന്നെ കുറേ ആൾക്കാർ കമൻസ് ഇടാൻ വരും. അത് കമൻറ്റ് എങ്ങനെ ഇട്ടിട്ട് പോകുന്നു? ഇതെന്താണ്? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ, പ്രത്യേകിച്ച് ക്യാൻസർ എനിക്ക് പോലും ഒരാൾക്ക് പോലും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം അതിൻ്റെ കാഠിന്യം നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. അപ്പോൾ അവരെപ്പോലും വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനൊരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അർഹതപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ കിട്ടിയാലൊന്നും തീരാത്ത തരത്തിലുള്ള നമുക്ക് സാമ്പത്തിക ബാധ്യത വരും. അപ്പോൾ പൊതുസമൂഹം നമ്മുടെ മുമ്പിലേക്ക് വരും. അവരെ നമുക്ക് സഹായിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വ്യൂസിനെ കൂട്ടുക, സബ്സ്ക്രൈബ്സിനെ കൂട്ടുക, എന്നിട്ട് അശ്ലീല വീടിടാൻ വേണ്ടിയിട്ട് 200, 300, 400 അതിൽ കൊടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികളാണ്. അവർക്കെതിരെ പോക്സോ കേസ് പോലും വരും. കാരണം IT ആക്ടിൽ അങ്ങനത്തെ ഒരു കേസ് പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ആ സ്ത്രീയോടോ ആ സ്ത്രീയുടെ ഭർത്താവിനോടോ അവരുടെ മകനോടോ എനിക്ക് ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. കാരണം എന്താ? എനിക്കറിയില്ല അവരുടെ സാധാരണഗതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമാ താരങ്ങളായിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് അവർ മനുഷ്യർ മാത്രമാണ്. ഞാൻ ബഹുമാനം കൊടുക്കേണ്ടവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അവകാശത്തെ കളിയാക്കുന്ന, അതും പ്രത്യേകിച്ച് രോഗികളുടെ അവകാശത്തെ കളിയാക്കുന്ന തരത്തിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. ആ ചാനലിനെ പൂട്ടിപ്പിക്കും.
അത് തർക്കമില്ല. കാരണം എനിക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മുമ്പ് പറയാനുണ്ടായി, പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ ഈ സബ്സ്ക്രൈബും വ്യൂസും കൂട്ടുന്ന ആവേശമെന്നറിയോ, നല്ല കാര്യം ഒരു പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനെന്ന്. പക്ഷേ അതല്ല, നിങ്ങൾ ചിന്താഗതി വേറെയാണ്. ഒരു പണം ഉണ്ടാക്കണം. ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് നിങ്ങൾ കരുന്നിടത്തോളം കാലം നമ്മൾ ചിന്തിക്കണം എന്താണ്, നിങ്ങൾക്ക് പൊതുജനങ്ങളായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ റീൽസ് ഇട്ടിട്ട് മെന്നാന്നൊരു ചങ്ങായി ബാക്കിൽ കുട്ടിയുണ്ട്, ആ കുട്ടീനെ വെച്ചിട്ടുണ്ട് റീൽസ് ചെയ്ത്. എന്തിന് ഇത്ര പെട്ടെന്ന് ഈ യൂട്യൂബ് ചെയ്യാനും വേണ്ടി എന്താ അത്രക്കും വിഷമം? എന്താ അയാൾക്ക് ഭയങ്കര ധൃതിയാണ്. ആരായിക്കാനാലും അശ്ലീല വീഡിയോ ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, ഈ സ്ത്രീ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇനി മുതൽ തീർച്ചയായിട്ടും നമ്മളത് വളരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അത് ആര് ഏത് എന്നൊന്നുമില്ല, ഉറപ്പായിട്ടും ചെയ്യും. കാരണം നാളെ നമ്മുടെ മക്കൾ ഒരു മിനിറ്റ് ഈ സോഷ്യൽ മീഡിയ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന സാധനമില്ല. അവസാനിപ്പിക്കണം, പക്ഷേ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കാൻ പറ്റില്ല. അവസാനിപ്പിച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഇൻ്റർനെറ്റ് പോയി കഴിഞ്ഞാൽ കാര്യം എല്ലാം സോൾവ് ആവും. അതുകൊണ്ട് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിലാരും വിഷമിച്ചിട്ടോ പൊങ്കാലിട്ടിട്ട് കാര്യമില്ല. എനിക്ക് പൊങ്കാലിട്ടിനാൽ ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ്. അത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ. അത് സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഞാനടക്കമുള്ള പൊതുസമൂഹം കാണുന്നുണ്ട്. അങ്ങനെയുള്ളതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ചില സമയത്ത് പോക്സോ കേസ് പോലും അതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചില സ്ത്രീകൾ നടത്തുന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെറിയ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ചോ, ഞാനും സൂക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.